yet another special episode of Filmy Bazaar, an ultimate entertainment updates from movies. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹാബ് വെഡിങ് സെന്റർ തലശ്ശേരിയാണ്. സോ ഇന്ന് എൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. ഫൈനലി ആദ്യം എൻ്റെ ഡയറക്ടർ ജൂഡേട്ടൻ വന്നു, അതിന് ശേഷം മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ വന്നു. ഇനി നമ്മളിങ്ങനെ സസ്പെൻസ് ഇങ്ങനെ നിർത്തുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ മുത്തശ്ശിയും ഇവിടെ തിരികെയാണ്. മുത്തശ്ശി കഥയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ വലിയൊരു ഗതയൊക്കെ ആയിട്ടായിരുന്നു വന്നേക്കുന്നത്. പക്ഷേ പുറത്ത് ഗത വെച്ചിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത് അല്ലേ മുത്തശ്ശി? ഓക്കെ ആൻറ്റി, അപ്പം വെൽക്കം ടു അവർ ഷോ. ഫിൽമി ബസാറിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം നമ്മൾ ഇന്ന് മുത്തശ്ശിയുടെ വിശേഷങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നതെല്ലാം. എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണ് ഈ മുത്തശ്ശി അതിലേപോലെ തന്നെയാണോ റിയൽ ലൈഫിൽ മുത്തശ്ശി എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം കാരണം മുത്തശ്ശി എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. അതിനിപ്പം നമ്മളായിട്ട് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും ഓൾമോസ്റ്റ് അവെയർ ആണ് അതിനെക്കുറിച്ചൊക്കെ. പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് FB-ൽ. നമ്മൾ തന്നെ അത് ഷോയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പല സിനിമ നമ്മൾ ആഡ്സ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് സുന്ദരികളായ ആർട്ടിസ്റ്റിനെ വേണം, സുന്ദരികളായ പെൺകുട്ടികളെ വേണം എന്നൊക്കെ പറഞ്ഞ് വൈബ്രൻ്റ് ആയിട്ടുള്ള മുത്തശ്ശന്മാരെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ആദ്യമായിട്ടാണ്. അപ്പം അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ജൂഡേട്ടൻ ആ ഒരു കൊണ്ടുവന്നത്. സോ അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. കാരണം ഒരുപാട് വലിയ വലിയ സിനിമകളുടെ ഒപ്പമാണ് ഈ മൂവി റിലീസിനെത്തിയത്. മുത്തശ്ശി കഥ നൈസായിട്ട് അതിൻ്റെ ഇടയിലൂടെ അങ്ങ് പോയി. പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവി. അപ്പം ജൂഡ് പറഞ്ഞ എങ്ങനെയാ, എല്ലാരും ഫ്ലൈറ്റിന് വരുമ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷ അത് ജൂഡേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ആൻറ്റിയെ വീട്ടിൽ വന്ന് ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കിച്ചണിലോട്ട് പോയി വരുന്ന സമയത്തിനുള്ളിൽ അതിലെ ഒരു സിറ്റുവേഷൻ ആക്ട് ചെയ്ത് കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. സോ അതൊക്കെ എന്താ പറയുക, ഇത്രയും ഒന്നിനും പ്രത്യക്ഷപ്പെടാത്ത അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ആൻറ്റി എങ്ങനെ ഈ ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ഈ അഭിനയിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നു? അത് ഞാൻ പറഞ്ഞു പലയിടത്തും. എന്നാലും എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 65-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ഓഫർ ആര് തരാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ജൂഡിന്റെ ആ കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച, അല്ലാതെ എന്റെ മിടുക്കെന്ന് ഞാൻ പറയില്ല. കാരണം ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജൂഡിനെ SMS ചെയ്തിട്ടുണ്ട്, ജൂഡെ പറ്റുമോ എനിക്ക്, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം അതെ. പിന്നെ ഞാൻ ഈയിടെ ജൂഡിനോട് അതും ചോദിച്ചു. ജൂഡ് ഒരു പ്രാവശ്യം പോലും ജൂഡ് എന്നോട് പറഞ്ഞിട്ടില്ല ആന്റിയാണ് ഇതിനകത്ത് സീനിയർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് അല്ലെങ്കിൽ ഫാക്ടർ, അത് നല്ലോണം ചെയ്തില്ലെങ്കിൽ എൻ്റെ മൂവി ചീത്തയാവുന്നു, അത് അങ്ങനെ ഒരു ഇംപ്രഷനോ ഒന്നും തന്നിട്ടില്ല. എന്നോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഇപ്പൊ ഡബിങ് പാർട്ട് വന്നപ്പോഴും എൻ്റെ ഇത് ഞാൻ ഡബ് ചെയ്ത് പോയി എന്നുള്ള ആസ് എ ഹോൾ ഞാൻ മൂവി തിയേറ്ററിൽ പോയിട്ടല്ലേ കാണുന്നത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ഞാനിത് ചെയ്തു, ഞാനിങ്ങനെ ഒരു ഓളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഇത്ര നല്ലൊരു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും ഒരു എന്നെ നിർവികാര സ്റ്റേജിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത. പക്ഷെ ഇപ്പൊ ആന്റിയുടെ രാജിനി ചാണ്ടി എന്ന നമ്മൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി വേറെ, കാരണം ആ മൂവി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ഉള്ള അങ്ങനെ ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നതിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ. പിന്നെ അതുകൂടാതെ ഇത് ശരിക്കും ഒരു ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിച്ചു പോയി ആ സിനിമ. അവിടെ തിയേറ്ററിൽ നമ്മൾ കാണുന്ന ടൈമിൽ ശരിക്കും ഇങ്ങനെയൊക്കെ അവർക്ക് ഇമോഷൻസ് ഉണ്ടോ, 65 ഏജിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആ ഒരു മൊമെന്റിൽ ഇരുന്ന് ആലോചിച്ചു പോകുന്ന ഒരു ഇതിലാണ്. അതാണ് ജൂഡിന്റെ ഐഡിയ. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു അവിടെ സക്സസ് ആയി എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സക്സസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതിലേക്കൊക്കെ കുറച്ച് ഇൻവോൾവ് ചെയ്യുന്ന ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ ഈ പ്രായമായുള്ള ആൾക്കാരുടെ പോയിരുന്നു. ഞങ്ങള് ആദ്യം പോയ ഒരു ഓൾഡ് ഹോമിൽ പോയിട്ട് അവിടെ ഒരാൾക്ക് ചെവി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇയർ സെറ്റ് വാങ്ങിച്ചു കൊടുത്തു, ഹെഡ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ 2 പേർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരാൾക്ക് പല്ല് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തു. പിന്നെ ഈ 2 മൊബൈൽ വാങ്ങിച്ചു കൊടുത്തതിൽ ഒരു സ്ത്രീ പറഞ്ഞ് എൻ്റെ സിസ്റ്റർ ഇടുക്കിയിലാണ്, എനിക്ക് അവിടെ ഒന്ന് പോയി കാണണം, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇടുക്കി വരെ പോയി. കോട്ടയത്തൊരു ഓൾഡ് ഹോമിൽ പോയി ജനറേറ്റർ വാങ്ങിച്ചു കൊടുത്തു. അത് അവിടുത്തെ ആ സ്ത്രീയുടെ
എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് ഒരു ലോട്ട് ഇട്ടിട്ട് ഈ ആഗ്രഹങ്ങൾ ചോദിക്കുന്നു, അവരത് പറയായിരുന്നു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു എനിക്കായിട്ടൊന്നും വേണ്ട, എനിക്ക് ഇവിടെയുള്ളവരെല്ലാം തരുന്നുണ്ട്, പക്ഷേ ഈ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഉടനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ്. അപ്പൊ തന്നെ ചൂട് പോയി. ഒരു 1,00,000 രൂപയാണെന്ന് ഞാൻ കേട്ടത്. ഒരു ജനറേറ്റർ അപ്പൊ തന്നെ വന്നിട്ട് ആ പാവം ഉണ്ടത്. ഞങ്ങളൊക്കെ ഊണ് കഴിച്ചു. 2-2:30 മണിയോളം കഴിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് അത് വാങ്ങിച്ച് സാധനം കൊണ്ടുവന്ന് അത് എങ്ങനെ വെച്ച് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ചൂട് ചോറുണ്ടത്. അതൊക്കെയാണ് ചൂടിന് ഭയങ്കര ഒരു മോശം പോയാണ് ഭയങ്കര. അത് ഇനി അതിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം ജൂഡേട്ടൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡയറക്ടറിനെ പറ്റി ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഏത് കമന്റ്സ് ഇട്ടാലും അതിന് ഒരു പടയുന്ന ഒരു ടക്കുന്ന ഒരു റെസ്പോൺസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ്. കാരണം ഒരു പേഴ്സൺ ആണ് മോറോവർ. അപ്പം അത്രയും ഒരു ഇത്തിരി ചൂടൻ ക്യാരക്ടർ ആണെങ്കിൽ കൂടിയും ഹീസ് വെരി ഡൗൺ ടു എർത്ത്, സിമ്പിൾ, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള എനിക്ക് നിങ്ങൾ രണ്ടുപേരും കട്ടക്ക് നിൽക്കും. ആൻറ്റി ആണെങ്കിലും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണ്, അല്ലാതെ ഒരാൾ പൊടിക്ക് കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ജൂഡ് ചെയ്യുന്നത് ജൂഡ് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറയാണ്. ഇപ്പം ആൾക്കാരോട് ദേഷ്യപ്പെടുന്നത് തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടെന്നിരിക്കും. ആക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ദേഷ്യപ്പെടും. പക്ഷെ അത് കഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര കുറ്റബോധം. പിന്നെ പോയിട്ടടാ ഓടാ എന്ന് പറഞ്ഞുകൊണ്ട് തപ്പല് ഭയങ്കര ഞങ്ങൾക്ക് ഞാൻ വല്ലാതെ ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഉള്ള ജൂഡിന്റെ വിഷമം കാണുമ്പോൾ. ആക്ച്വലി വളരെ ഇന്നസെന്റ് ആൻഡ് വളരെ പാവമാണ് അകത്ത്. ചിലപ്പോ ഇനി എന്ത് ആ ഒരു ഇതാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്ക് കിട്ടേണ്ടത് പുള്ളി കിട്ടണം. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡുമാണ്. ശരിയല്ല എന്ന് പറഞ്ഞാൽ പുള്ളി തട്ടിയിരിക്കും. അതാണൊരു ഇത്. ഞങ്ങൾ പലപ്പോഴും പറയും മോനെ അത് വേണ്ട കേട്ടോ, അത്രയും വേണ്ട, കൂടുതലാണ്, ആൾക്കാരുടെ വിരോധം വാങ്ങിച്ചു വെക്കല്ലേ എന്നിങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്. ഞാനും പറയായിരുന്നു, ഭാഗ്യലക്ഷ്മിയും പറയുമായിരുന്നു അത്രയും വേണ്ട കേട്ടോ പറയുമായിരുന്നു. പിന്നെ അപ്പം നമുക്ക് എന്തായാലും മുത്തശ്ശി ഗദയുടെ കഥകൾ വിശേഷങ്ങളും നമുക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്യാം. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ബ്രേക്ക്. Back to the show, Filmy Bazaar, and ultimate entertainment updates from movies. So, മുത്തശ്ശി ഗദയുടെ വിശേഷങ്ങളുമായി രാജിനി ചാണ്ടിയാണ് നമ്മുടെ ആൻറ്റി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്. സോ ആൻറ്റി, നമുക്കിനിയും ഭാഗ്യലക്ഷ്മി ചേച്ചിയും ആൻറ്റിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ്. രണ്ടുപേരും ഭയങ്കര ഇല്ലേ, നമ്മളിപ്പോ ജൂഡേറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്നതായിരുന്നു. അതിനകത്ത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സിങ്കായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമേ ജൂഡ എനിക്ക് ഫിലിമിൽ ആരെയും അറിയില്ല, ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും അവരെന്നെ എഴുതുന്നതിന് അത് നമുക്ക് വഴിയുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് എറണാകുളത്ത് ഒരു പ്രാവശ്യം ഭാഗ്യലക്ഷ്മിയെ എന്നെയും കൂടെ മീറ്റ് ചെയ്യിച്ചു. അപ്പൊ തന്നെ ഞങ്ങള് തമ്മിൽ എത്തിയായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഞാനും ഭാഗ്യലക്ഷ്മിയും കൂടെ കോട്ടയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു. പക്ഷേ അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് സുരാജും ലെനയും വന്ന് ഒരവസരത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് അത്യാവശ്യമായിട്ട് പോണമായിരുന്നു. അപ്പം അന്ന് ഇവർ വന്ന് കയറിയപ്പോൾ ഇവർ പുതിയതല്ല, എന്നെ അറിയില്ല. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേനും ആകെ ഇതായി. വൈകുന്നേരം ഭാഗ്യലക്ഷ്മി എന്നെ വിളിച്ചു. അത് എങ്ങനെയുണ്ട്? സാരമില്ല കേട്ടോ, ഞാൻ നാളെ വരാട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടല്ലായിരുന്നു. ഞാൻ നാളെ വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ദിവസം. പക്ഷേ സുരാജ് വന്നപ്പോ തന്നെ അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്ന് വട്ടം കെട്ടിപ്പിടിക്കുമ്പോഴേ എനിക്കിപ്പോ ഒരു മോനെ പോലെ എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ലെന ആദ്യം എനിക്ക് അത്ര വിഷമമായിരുന്നു. എനിക്ക് എങ്ങനെ അടുക്കുവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ. എനിക്ക് അറിയില്ലല്ലോ, ഇവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ അത് അങ്ങോട്ട് സിങ്ക് ആവുമോ എന്നുള്ളത് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തമ്മിലും വളരെ ഇതായി. ഒരു ദിവസം എനിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേനും എന്താ പ്രശ്നം, ഒന്നുകിൽ ഞങ്ങളോട് ചോദിക്കുക, അതല്ലെങ്കിൽ വൈകുന്നേരം കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടൊന്ന് നോക്ക്. പക്ഷെ ആ ഒരു സെന്റൻസ് മതി എനിക്ക്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ ഇത് പിന്നത്തെ അവസരത്തിൽ ഓരോ ഇതും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രാത്രി ഇത് വായിച്ചു കഴിയും, അല്ലെങ്കിൽ ഡയലോഗ്സ് പറഞ്ഞിട്ട് ഞാൻ കണ്ണാടി പോയി നോക്കും, ഇങ്ങനെ ചെയ്യണത് എങ്ങനെയാണ്. ആ ഒരു ഒറ്റ സെന്റൻസ് ലെന പറഞ്ഞോളെങ്കിലും അതെനിക്ക് ഒത്തിരി ഹെൽപ്പായി. വേറൊരു ദിവസം എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തലമുടി കറുപ്പിക്കുന്നുണ്ട്, കൊച്ചിനെ കുളിപ്പിക്കുന്ന
സീനില്ല. അതെ അതെ അതെ. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടയും മുണ്ടോ അപ്പം നല്ല അപ്പോൾ കുളിക്കാനായിട്ട് കയറിയപ്പോൾ പുള്ളി ഒരു പൗഡറൊക്കെ കൊണ്ടുവന്ന ബാത്റൂമിൽ അവിടെ വെച്ച് ചേച്ചി ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇതേ ചേച്ചി ഞാൻ ഒരു പൗഡർ വെച്ചിട്ടുണ്ട്, ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് ആ പൗഡറൊക്കെ വന്നിട്ടുണ്ടെന്ന് നല്ല കംഫർട്ടായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ അതുപോലെ ഒരു പക്ഷേ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ സാധനം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു, ഇപ്പോൾ തൽക്കാലം ഇതങ്ങ് തിന്നുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. അതായത് അതുപോലൊരു സപ്പോർട്ട് എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന്, എല്ലാവരുടെ കയ്യിൽ, യൂണിറ്റിലുള്ള പിള്ളേരാണെങ്കിലും എല്ലാവരും. ഞാൻ എപ്പോഴും പറയും, ഒരു നടനോ ഒരു നടിയോ എൻ്റെ മിടുക്കൊണ്ടോ ആവില്ല. നമ്മുടെ കൂടെയുള്ള ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു, നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വിചാരം ഉണ്ടാവുന്നു. പിന്നെ ഈ പിള്ളേരാണെങ്കിലും വെള്ളം കൊണ്ട് തരുന്നിടത്തും എല്ലായിടത്തും ഞാൻ ഐ ബിലീവ് ഇൻ ദാറ്റ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞാൻ ചെയ്തു. ആൻറ്റി ഇപ്പം ഹൗ ഡു യു ഫീൽ? എന്താണ് ഇപ്പോൾ ഉള്ള ഒരു ഇമോഷൻ? എനിക്ക് ഒരു സന്തോഷം എന്ന് പറയാല്ല, എനിക്ക് അങ്ങനെ വലിയൊരു ഇതായിട്ട് തോന്നണില്ല. ഇത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞൊരു സ്വപ്നം പോലെ ഞാൻ സിനിമയൊക്കെ കണ്ടു എല്ലാവരുടെ ഒരു റിവ്യൂസ് എന്തായാലും കിട്ടി കാണുമല്ലോ. റിവ്യൂസ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വരുന്നു. ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് രാത്രി 10 മണിയായപ്പോൾ വിളിച്ചു, ഞാനൊരു പഴയ ഫാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പഴയ ഫാൻ കറങ്ങുന്നു, ഇവിടെ ഒരു പഴയ ഫാൻ കറങ്ങുന്നുണ്ട്. പിന്നെ ചാണിച്ചൻ വേഗം എനിക്ക് സംസാരിച്ചു. ചാണിച്ചനോട് YMCA താമസിച്ച ഒരാൾ ഫ്രണ്ടായിരുന്നു അവര്. അപ്പോൾ അവനും കുറെ ചിരിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ ഫോൺ കോളും എല്ലാവർക്കും അതിശയമാണ് ചെയ്തെന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും ആന്റി ഇവിടം വരെ വന്നു, നമ്മള് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. ആന്റി ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് നമ്മള് ഷൂട്ടിന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ലൈവിന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ കുറെ നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് റാപ്പിഡൊക്കെ കൊണ്ടുവന്നു, പക്ഷെ ഇങ്ങനെ ചോദിക്കണോ ആന്റിയോട് ചോദിച്ചാൽ എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ചു. എന്നാലും ആന്റിയോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ആന്റി റാപ്പിഡ് ചോദിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര മിസ്സിംഗ് ആയി പോകും അല്ലേ ആന്റി? ആർക്കായി നോക്കിക്കളെ പിന്നല്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അബൌട്ട് ആന്റി, ആന്റിയെ കുറിച്ച് തന്നെ. ഞാൻ ആ മുത്തശ്ശി പോലെ തന്നെ ഒരു മുത്തശ്ശി, വൈബ്രന്റ് ആയിട്ടുള്ള ജങ്ക് മുത്തശ്ശി. അടുത്ത്, മുത്തശ്ശിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പ്രണയഗാനം. മുത്തശ്ശി എന്നൊന്നും എനിക്ക് വിളിക്കാനേ തോന്നുന്നില്ല. പിന്നെ മുത്തശ്ശി കഥയുടെ ഒരു മുത്തശ്ശി ആയതുകൊണ്ട് ഞാൻ മുത്തശ്ശി. ശരി, മുത്തശ്ശി കഥയിലെ പ്രണയഗാനം തന്നെ എടുക്കാം. കൊച്ചുകാലത്തെ എന്റെ കൊച്ചുകാലത്ത് നല്ല പാട്ടാ അത്. ദേഷ്യം വരുമ്പോൾ അതിലെ പോലെ അതെ, റോഡിൽ ആരെങ്കിലും മൂത്രം ഒഴിക്കാൻ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടിരിക്കും. അത് കൊള്ളാം, നല്ലൊരു കാര്യമാണത്. അതെ, അത് ഞാൻ പറയുന്നത് എന്റെ കേരളം, അവിടെ അത് ചെയ്യാൻ പാടില്ല. ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിരിക്കും. ഓൺ ദ സ്പോട്ട്. അത് അങ്ങനെ ഒരു ദേഷ്യം എന്നിൽ ഉണ്ടെന്ന് ജൂഡ് കണ്ടുപിടിച്ചതാണ് ജൂഡിന്റെ മിടുക്ക്. അപ്പം എല്ലാരും ഒന്ന് അലേർട്ടായിരിക്കുക. അപ്പൊ ഇനി അടുത്തതിനെയും, ആന്റി ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്ന, ലവിങ് ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണ് ആന്റിക്ക് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. സോ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ട്രാക്ക്, റൊമാൻറ്റിക് ട്രാക്ക് പാടാൻ പറഞ്ഞാൽ ഏത് പാടും? കാനന ചായയിലാടുമേക്കാ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. എന്റെ പൊന്ന്, പാടില്ല നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. പണ്ടത്തെ പാട്ടുകളെല്ലാം പാടിയിട്ടുണ്ട്. അത് ശരി, രണ്ടുപേരും അടിച്ചു പൊളിക്കുകയല്ലേ ഇപ്പോഴും. ഞങ്ങളുടെ പ്രോബസ് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ക്ലബ് ഉണ്ട്, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ. വീൽപ്പാട്ട്, പുള്ളിക്കാരൻ, ഓട്ടം തുള്ളല് ഒക്കെ ചെയ്തു. ഭയങ്കര ഹിറ്റ്. ആന്റിയുടെ വക എന്തൊക്കെയായിരുന്നു? ഞാൻ ചെയ്തു, ഞാൻ പ്രസിഡന്റ് പുറകെയല്ലായിരുന്നു. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി അപ്പൊ അങ്ങനെ വിൽപ്പാട്ട് ചെയ്തു, ഓട്ടം തുള്ളൽ ചെയ്തു, ഭയങ്കര ഹിറ്റായിരുന്നു. അത് ശരി. മുത്തശ്ശിയുടെ ഹാപ്പിനെസ്? എന്റെ ഹാപ്പിനെസ് എന്റെ ഫാമിലി ലൈഫ്. എന്റെ മകനും എന്റെ മകളും എന്റെ മരുമകനും കൊച്ചുമക്കളും എന്റെ മാപ്പിളയും അടങ്ങിയ ഫാമിലി ലൈഫ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ സഹോദരങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്. അപ്പൊ നമുക്ക് റാപ്പിഡ് ഒക്കെ ഒന്ന് പോസ് ചെയ്യാം, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ബ്രേക്ക്. Back to the show, Filmy Bazaar and ultimate entertainment updates from movies. So മുത്തശ്ശി കഥയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ റാപ്പിഡ് ഒന്ന് തീർത്തോട്ടെ അല്ലേ ആന്റി? അപ്പൊ നമുക്ക് റാപ്പിഡിലേക്ക് പോവാം. ആരാധന തോന്നിയിട്ടുള്ള ഒരു നടി? രേഖ. മൈ ഗാഡ്. സിനിമയിൽ ഇപ്പം നമ്മൾ അതിനകത്ത് അറിയാം, ആഗ്രഹങ്ങൾ പെൻഡിങ് ഉള്ളവരോടൊക്കെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ആന്റിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പെൻഡിങ് ഉണ്ടോ? എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 6 അടി സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചേക്കുക. അതെ, അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളെങ്കിൽ അടി കൂടണ്ടല്ലോ വേറെ ആൾക്കാരുമായിട്ട്. ഇനി അതിനും ഒരു തർക്കം വേണ്ട അല്ലേ? എല്ലാം സെറ്റാണ്. അബൌട്ട് ജൂഡ് ഇത്രയും നല്ല
ഒരു ഡയറക്ടർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്. പുള്ളിയുടെ ആ പ്ലാനിങ്ങും അല്ലെങ്കിൽ ആ വിശ്വാസവും ആ കോൺഫിഡൻസും അതുകൊണ്ട് മാത്രമേ എനിക്ക് ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ. മുത്തശ്ശി കഥയിലെ മുത്തശ്ശിക്ക് എത്ര മാർക്ക്? ഞാനെങ്ങനെ എനിക്ക് മാർക്ക് ഇടും? നമ്മുടെ ഭാഗ്യലക്ഷ്മിക്ക് മാർക്ക് 100 out of 100. ഞാനും ആന്റിക്ക് 100 out of 100. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആദ്യമായി ചെയ്യുന്ന ഒരാളെന്നുള്ള ആ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. വെരി പെർഫെക്റ്റ്. നെക്സ്റ്റ്, മലയാള സിനിമയിൽ ഇപ്പം ഒരുപാട് അമ്മവേഷങ്ങൾ കുറവാണ്. അച്ഛനും അമ്മയും ഉള്ള ഒത്തൊരു സിനിമകളൊന്നും ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പം അമ്മവേഷങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പം ആരുടെയെങ്കിലും അങ്ങനെ ഒരു മനസ്സിലൊരിതുണ്ടോ, ഇന്ന ആളുടെ അമ്മയാവണം, ഇന്ന ആക്ടറുടെ അമ്മയായ കൊള്ളാം? ഞാൻ ദിലീപിന്റെ തന്നെ അമ്മയാകാം. ഈ ഇടയ്ക്കൊരു റൂമർ ഞാനിങ്ങനെ കേട്ടായിരുന്നു, അതായത് ദിലീപേട്ടനോട് എപ്പോഴും ചാൻസ് ചോദിച്ചിരുന്നു അമ്മയാവാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡ് എഫ്എമ്മിൽ ഒരു ഇന്റർവ്യൂവിന് പോയപ്പം അവരെന്നോട് ചോദിച്ചു, ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഔട്ട് സ്പോക്കൺ പേഴ്സൺ. അപ്പൊ സ്പെർ ഓഫ് ദ മൊമെന്റിൽ ഞാൻ പറഞ്ഞു, ഞാനൊരിക്കൽ ദിലീപിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ ദിലീപ് എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു മാടപ്പറമ്പ് റിസോർട്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ ദിലീപിനെ കാണുന്നു. ദിലീപിൻ്റെ തോളത്ത് കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പം ഞാൻ ദിലീപിനോട് ചോദിച്ചത്, മോനെ എനിക്കൊരു അമ്മ വേഷം കിട്ടാൻ. ആ കൊച്ചാത് നേരത്തെ ഇരിക്കുന്നിടത്ത് എനിക്ക് അമ്മ വേഷം ഉണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ പുള്ളിയുടെ സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ അടുത്ത സീനിനെ കുറിച്ചോ വല്ലതും ചിന്തിച്ചുകൊണ്ടിരിക്കണം നേരത്തെ ആയിരിക്കും. ഞാൻ അവനെ ഇങ്ങനെ ദിലീപ് എല്ലാം അലുവാക്കാരാവുന്ന ഹലോ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ആ വിളിയിൽ പുള്ളി വന്ന് നിന്നല്ലാതെ പുള്ളിയുടെ മനസ്സ് മുഴുവൻ വേറെ ആക്ടിങ്. അപ്പൊ എന്റെ കാര്യത്തിൽ എവിടെ? പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് ഒരു ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറഞ്ഞതല്ലാതെ എനിക്ക് അതിനകത്ത് അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആന്റിയുടെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അപ്പൊ അത് പറഞ്ഞു. പക്ഷെ ഇനി ദിലീപേട്ടന്റെ അമ്മയാവാൻ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ മനസ്സിലുണ്ട് അല്ലേ? ഏതായാലും സിനിമയെ കേറിയല്ലോ, അപ്പൊ ഇനിയും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ റാപ്പിഡൊക്കെ വളരെ ഭംഗിയായിട്ട് ആന്റി, ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഉള്ള ആന്റി, നല്ല ബോൾഡ് ആയിട്ടൊക്കെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു, ഡിപ്ലോമാറ്റിക് ആവാതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടാലോ? ട്രെയിലർ. ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും ഈ ട്രെയിലർ കണ്ടപ്പം, ആ സിനിമ കണ്ടപ്പം മുഴുവൻ ഞാൻ ആലോചിച്ചു, ആൻറ്റി ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽസ് ഒക്കെ നടക്കുന്ന പോലെ ഭയങ്കര ഒരു കാറ്റ് വാക്കിൻ്റെ ഒക്കെ ഒരു വശം ഉണ്ടായിരുന്നു. ശരി, പിന്നാണ് ചൂടേട്ടൻ പറഞ്ഞത് ശരിക്കും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അങ്ങനെ പറഞ്ഞ് നടപ്പിച്ചതല്ല എന്ന്. പിന്നെ നമ്മൾക്ക് ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമായ ആൾക്കാരോട് ഇപ്പം ഗ്രാൻഡ് പേരൻസ് എന്നുള്ള ഒരു ഇത് കുട്ടികളുടെ മനസ്സിൽ പോലും ഇല്ലാത്ത ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ സാധനം, മുത്തശ്ശി എന്താ സാധനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഇമോഷൻ ഇപ്പം ആൻറ്റി ആ ക്യാരക്ടർ ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് ഇപ്പം അതിനെ ഒന്ന്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം നമ്മളിത് പറയുമ്പോൾ ഞാൻ എൻ്റെ കൊച്ച് അല്ലെങ്കിൽ യങ്സ്റ്റേയിലേക്ക് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ നോക്കും, നമ്മളുടെ വീട്ടിലൊരു അമ്മച്ചിയോ അപ്പച്ചനോ ഉള്ളപ്പോഴേ ഒരിക്കൽ പോലും നമ്മൾ ഇറങ്ങിപ്പോണ സമയത്ത് ചോദിക്കുന്നേ ഇല്ല. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ചോദിക്കുന്നതല്ല, പിന്നീടാണെങ്കിൽ ഒരവസരം അമ്മച്ചിക്ക് ഒരു സിനിമയ്ക്ക് പോകണോ നമ്മുടെ കൂടെ. ഇപ്പം നമ്മളൊക്കെ ആലോചിക്കുമ്പോഴാണ് ദൈവമേ ഞാൻ അന്നത് ചോദിക്കേണ്ടതായിരുന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്കും ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് ജൂഡ് മനസ്സിൽ വെച്ച് അത് നല്ല ഭംഗിയായിട്ട് പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കോൺസെപ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ സിനിമയിലൂടെ ജൂഡ് ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആന്റിക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ഈ സിനിമ പോയി കാണണം. അത് നമുക്ക് നല്ലൊരു സന്ദേശമാണ് അതിനകത്ത് തരുന്നത്. നല്ലൊരു സന്ദേശം, വളരെ നല്ല സന്ദേശമാണ് അതിനകത്ത് തരുന്നത്. പോയി കാണുക, തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും സമയം നമ്മൾ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇനിയും എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും പെൻഡിങ് ആണ്. ഈ 3 പേരോട് മുത്തശ്ശി കഥയുടെ ചോദ്യങ്ങളെല്ലാം പെൻഡിങ് ആയിട്ടാണ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും വീണ്ടും നമ്മൾ കണ്ടുമുട്ടട്ടെ ഇൻഷാല്ലാ. സോ നമ്മുടെ പുതിയ സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. Till then, this is Nisha and Rajini Chandi signing off from Filmy Bazaar. Bye.